കോഴിക്കോട്ടെ വമ്പൻ തോൽവിയുടെ ആഘാതത്തിലാണ് LDF. ചെങ്കോട്ടകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മണ്ഡലങ്ങളിലും M.K. രാഘവൻ ലീഡ് നേടിയത് CPI-ന് തലവേദനയാണ്. വിജയം ഉറപ്പിച്ചിരുന്നുവെങ്കിലും ഇത്ര വലിയ ഭൂരിപക്ഷം UDF-ഉം പ്രതീക്ഷിച്ചിരുന്നില്ല. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 ഇടത് MLA-മാർ, അതിൽ മന്ത്രിമാരുടെ മണ്ഡലങ്ങളും ഉൾപ്പെടും. എന്നിട്ടും എളമരം കരീം തോറ്റത് 1.5 ലക്ഷത്തോളം വോട്ടിന്. മന്ത്രി AK ശശീന്ദ്രന്റെ മണ്ഡലമായ എലത്തൂരും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമായ ബേപ്പൂരും അടക്കം കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ബേപ്പൂരിൽ M.K. രാഘവന് 19,561 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു. എലത്തൂരിലാകട്ടെ 10,491 വോട്ടാണ് M.K. രാഘവന് കൂടുതലായി കിട്ടിയത്. ഇടതിന് വ്യക്തമായ ആധിപത്യമുണ്ടായിരുന്ന ബാലുശ്ശേരിയിലും കോഴിക്കോട് നോർത്തിലും സൗത്തിലും കുന്നമംഗലത്തും M.K. രാഘവന് വലിയ ഭൂരിപക്ഷം കിട്ടി. UDF മണ്ഡലമായ കൊടുവള്ളിയിൽ വോട്ട് ഇരട്ടിയോടടുത്തായി. രാഹുൽ തരംഗത്തിൽ പോലും ഇല്ലാത്ത വിധത്തിൽ കുതിച്ചുയർന്ന ഭൂരിപക്ഷമാണ് ഇത്തവണത്തേത്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും എളമരം കരീം മുന്നിട്ടു നിന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. 2009-ൽ വെറും 838 വോട്ടിന് ജയിച്ചു തുടങ്ങിയ M.K. രാഘവൻ ഘട്ടം ഘട്ടമായി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. 4ാം തവണ ഡൽഹിയിലേക്ക് വണ്ടി കയറുന്നത് റെക്കോർഡ് ഭൂരിപക്ഷത്തിന്റെ പിൻബലത്തിലാണ്. നിലവിലെ രാജ്യസഭാ MP-യെ തന്നെ ഇറക്കി കളം പിടിക്കാമെന്ന മോഹം പൊലിഞ്ഞതിന്റെ നിരാശയിലാണ് LDF ക്യാമ്പ്. 2019-ൽ നേടിയ 1,61,216 വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് നേടാനായതിന്റെ ആശ്വാസത്തിലാണ് NDA. 24 കോഴിക്കോട്.